കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ UDF സർക്കാർ അധികാരമേൽക്കാനൊരുങ്ങുമ്പോൾ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. നിയുക്ത മുഖ്യമന്ത്രിയായി ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം പ്രഖ്യാപിച്ച ഭരണപരിഷ്കാരങ്ങളും ചെലവ് ചുരുക്കൽ നടപടികളും അക്ഷരാർത്ഥത്തിൽ കേരള ജനതയ്ക്ക് വലിയ ആശ്വാസവും സംസ്ഥാന ഖജനാവിന് ശക്തമായ കരുതലുമായി മാറുകയാണ്. മുൻ സർക്കാരിന്റെ കാലത്ത് കടുത്ത ജനരോക്ഷത്തിന് കാരണമായ ധൂർത്തും അധികാരഹുങ്കും പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന കൃത്യമായ സന്ദേശമാണ് സതീശൻ നൽകുന്നത്. ഭരണാധികാരികൾ പോകുമ്പോൾ ഹുങ്ക് കാണിക്കാൻ ജനങ്ങളെ വഴിയിൽ തടഞ്ഞു ചീറിപ്പായുന്ന വലിയ അകമ്പടി വാഹനവ്യൂഹം ഇനി ഉണ്ടാകില്ലെന്ന പ്രഖ്യാപനമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ട്രാഫിക് സിഗ്നലുകൾ ഓഫാക്കി മണിക്കൂറുകളോളം പൊതുജനങ്ങളെ വഴിയിൽ തടയുന്ന VIP രക്ഷാപ്രവർത്തന ശൈലിക്ക് സതീശൻ അന്ത്യം കുറിച്ചു. ഇനി മുതൽ മുഖ്യമന്ത്രിക്ക് ഒരു പൈലറ്റും ഒരു എസ്കോർട്ട് വാഹനവും മാത്രമായിരിക്കും സുരക്ഷയ്ക്കായി ഉണ്ടാവുക. ഇതോടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ നഗരത്തിൽ അനുഭവപ്പെട്ടിരുന്ന കടുത്ത ഗതാഗത കുരുക്കിനാണ് ശാശ്വത പരിഹാരമാകുന്നത്. ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ മന്ത്രിമാർക്കായി കോടികൾ മുടക്കി പുതിയ ആഡംബര കാറുകൾ വാങ്ങുന്ന പതിവ് രീതിയും സതീശൻ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചു. താൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെല്ലാം മുൻ സർക്കാരിന്റെ കാലത്തെ പഴയ കാറുകൾ തന്നെ മതിയെന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം. ഇതിനൊപ്പം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ മുൻ സർക്കാർ പ്രതിമാസം ലക്ഷങ്ങൾ വാടക നൽകി ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്റർ ഉടൻ തന്നെ കമ്പനിക്ക് തിരിച്ചു നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഇതുവഴി പ്രതിവർഷം കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിന് ലാഭിക്കാൻ സാധിക്കുക. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിബ് ഹൗസ് കോടികൾ മുടക്കി മോടി പിടിപ്പിക്കുന്ന പരിപാടിയും ഇത്തവണ ഉണ്ടാകില്ല. മുൻപ് ലക്ഷങ്ങളും കോടികളും മുടക്കി ക്ലിബ് ഹൗസിൽ പുതിയ തൊഴുത്തും സ്വിമ്മിംഗ് പൂളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയത് വലിയ വിവാദങ്ങൾക്കും ജനവിമർശനങ്ങൾക്കും കാരണമായിരുന്നു. ഈ ധൂർത്തുകളെല്ലാം അവസാനിപ്പിക്കുന്നതിനൊപ്പം ക്ലിബ് ഹൗസിന് ചുറ്റുമുള്ള വലിയ പോലീസ് ഔട്ട് പോസ്റ്റുകളും സുരക്ഷാ വേലികളും ഇല്ലാതാക്കാനും നിർദ്ദേശമുണ്ട്. ഇതോടെ വർഷങ്ങളായി കടുത്ത സുരക്ഷാ നിയന്ത്രണങ്ങളിൽ ശ്വാസം മുട്ടിയിരുന്ന തിരുവനന്തപുരം നന്ദൻകോട് നിവാസികൾക്ക് ഒടുവിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും കൈവന്നിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് അതിപ്രസരങ്ങൾക്ക് അതീതമായി സ്വന്തം നിലപാടുകളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉയർന്നുവന്ന നേതാവാണ് VD സതീശൻ. പറവൂർ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 5 തവണ നിയമസഭയിലെത്തിയ സതീശൻ കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിയമസഭയ്ക്കുള്ളിൽ കൃത്യമായ പഠനങ്ങളോടെയും രേഖകളുടെ പിൻബലത്തോടെയും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും ഭരണപക്ഷത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുമാണ് അദ്ദേഹത്തെ കോൺഗ്രസിന്റെയും UDFന്റെയും അനിഷേധ്യ നേതാവാക്കി മാറ്റിയത്.